നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടം പോലെ പൊങ്ങ് കിട്ടുമായിരുന്നു, കഴിക്കുകയും ചെയ്യുമായിരുന്നു. നമുക്ക് തേങ്ങയൊക്കെ ഇഷ്ടം പോലെ ആട്ടുമായിരുന്നല്ലോ. തേങ്ങാ മാവ് വറുക്കാനായിട്ട് തേങ്ങ എടുത്തപ്പോൾ തേങ്ങ എല്ലാം മുളച്ചിരിക്കുന്നത് ഇത് കണ്ടോ. എല്ലാ തേങ്ങയും മുളച്ചിരിപ്പുണ്ട്. കുറെ എണ്ണം പൊതിച്ച തേങ്ങയും മുളച്ചിരിക്കുന്നു. ഇത് കണ്ടേ, പൊതിച്ച തേങ്ങയിലും നിറയെ മുള വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിനുള്ളിൽ പൊങ്ങുണ്ടോന്നൊന്ന് പൊട്ടിച്ചു നോക്കാം. ഈ ഒരു പൊങ്ങ് സിറ്റിയിലൊക്കെ 80-100 രൂപ കൊടുത്താണ് ആളുകൾ വാങ്ങിക്കുന്നത്. ശകല ഈർപ്പുള്ള സ്ഥലത്ത് തൊണ്ടോട് കൂടിയ തേങ്ങ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പൊങ്ങ് കിട്ടും. ഇത് കണ്ട, വലിയ പൊങ്ങാണ്. 8 തേങ്ങ പൊതിച്ചപ്പോൾ 6 എണ്ണത്തിലും ഇതുപോലെ പൊങ്ങ് വന്നിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനെ പൊങ്ങെന്നാണോ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ നാട്ടിൽ ഇതിനെ പൊങ്ങെന്നാണ് പറയണത്. സ്പൂൺ കൊണ്ട് ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അളവി വരും. കണ്ടോ. ഈ പൊങ്ങ് വന്ന തേങ്ങയുടെ ഉൾവശം ഇതുപോലെ ഇരിക്കും. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമാണ് പിന്നെ ഈ തേങ്ങ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടം പോലെ പൊങ്ങ് കിട്ടുമായിരുന്നു, കഴിക്കുകയും ചെയ്യുമായിരുന്നു. നമുക്ക് തേങ്ങയൊക്കെ ഇഷ്ടം പോലെ ആട്ടുമായിരുന്നല്ലോ. ഇപ്പം കുരങ്ങനെ കാരണം തേങ്ങയില്ല, തെങ്ങും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ഇതൊക്കെ അപൂർവമായിട്ട് കിട്ടുന്ന സംഭവമാണ്. കയാറ്റൂരിന്റെ റൂട്ട്സിൽ നെൽകൃഷി കണ്ടിട്ട് പിള്ളേർ ചോദിച്ചു ഇത് അരിശച്ചെടിയാണോന്ന്. അതുപോലെ ഇന്നത്തെ പിള്ളേരെടുത്ത് ഇത് കാണിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലാവത്തില്ല. ഇതുപോലെയൊക്കെ കാണിച്ചു കൊടുക്കണം പിള്ളേർക്ക്. കഴിച്ചു നോക്കട്ടെ. നല്ല മധുരമുണ്ട്.